ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തനിഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും. നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഇതിനായിട്ട് ആരും തന്നെ 1 കപ്പ് ചൗവരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ചൗവരി നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ആ ഒരു സമയത്ത് ഒരു ബൗളിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിവിടെ കുതിരാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ നിന്ന് കാരമലൈസ്ഡ് ആവട്ടെ. ആ ഒരു സമയത്ത് നമ്മുടെ ചൗവരി ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അതവിടെ അരിച്ച് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ ഇവിടെ കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 കപ്പ് അളവിൽ പാലാണ്. പാല് ചേർത്ത പാടെ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. അത് സാരമില്ല, ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതും മെൽറ്റായി വന്നോളും. ഇപ്പോൾ 2.5 കപ്പ് പാല് ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഈ കാരമലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഇപ്പോൾ ക്രിസ്റ്റൽ പോലെ ആയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, ഇതിപ്പോൾ പാല് ചൂടായി വരുമ്പം ഇതും മെൽറ്റായി കിട്ടും. അങ്ങനെ ഇത് കണ്ടല്ലോ, പാല് ചൂടായി വരുമ്പോഴേക്കും ഇത് നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചൗവരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചൗവരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ചൗവരി പാലിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പാല് നന്നായിട്ടൊന്ന് പതച്ച് പൊങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ ഇതാ പാലിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. ചൂട് കംപ്ലീറ്റ് മാറിക്കിട്ടണം. അങ്ങനെ ഇതാ ചൂടിവിടെ മുഴുവനായിട്ട് മാറിക്കിട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതിങ്ങനെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണിത്. നല്ലൊരു കാരമലൈസ്ഡ് ഷുഗറിൻ്റെ ഫ്ലേവറൊക്കെ ഇതിന് കിട്ടും. ഞാനിതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലോട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുകാലത്ത് ഇതുപോലെ ചിയ സീഡ്സ് കഴിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറക്കാനും നല്ല എനർജി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ചിയ സീഡ്സ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആപ്പിൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഞാനിതിവിടെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഫ്രീസറിലോട്ട് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിലൊന്ന് തണുത്ത് കിട്ടുമല്ലോ. 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാനിതിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നല്ല രുചികരമായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കുടിച്ച് നോക്കണം തോന്നില്ലേ? നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഡ്രിങ്കാണിത്. ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പം തന്നെ നമ്മുടെ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഡ്രിങ്ക് നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ
ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടാൻ ആരും മറക്കരുത്. അങ്ങനെയാകുമ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.